ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിലേക്ക് വരാം. നമുക്ക് സ്ട്രൈക്ക് ലെവൽസിലേക്ക് പോകാം. ആദ്യം സ്ട്രൈക്ക് ലെവൽസ് 3 ഒരേപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രേഡ് ആക്റ്റീവ് ആകും. ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യത്തെ സെക്കൻഡ് ക്യാൻഡിൽ പോയിട്ട് നമ്മുടെ ബോൾ ലൈനിനെ ടച്ച് ചെയ്യുന്നുണ്ട്. സി ക്യാൻഡിൽ പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ച് റിയാക്ഷൻ തിരിച്ച് പോരും എന്നുള്ളതാണ് നമ്മളുടെ സ്ട്രാറ്റജി. ഇവിടുത്തെ സി ക്യാൻഡിലും അതുപോലെ തന്നെ സെക്കൻഡ് ക്യാൻഡിൽ പോയി ബോൾ ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയം പി പൊസിഷൻ നോക്കാം. പി പൊസിഷൻ അതേസമയം ഇറങ്ങി ബോൾ ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. പിയിൽ ബോൾ ലൈൻ ഒരു സപ്പോർട്ടായിട്ടും ദെൻ സിയിൽ ബോൾ ലൈൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ടും നിൽക്കുകയാണ്. സോ അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാക്കും. തിരിച്ചപ്പോൾ നമുക്കൊരു സി ട്രേഡ് കൊടുക്കാം. തിരിച്ച് നമ്മുടെ ഏത് ക്യാൻഡിൽ ഈ ഒരു തേർഡ് ക്യാൻഡിൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ഒരു പി ട്രേഡ് കൊടുക്കാം. തേർഡ് ക്യാൻഡിൽ നമ്മൾ പി ട്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കണ്ട 750 ഐറ്റം 800 വരെയൊക്കെ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. 10% എബോവ് പ്രോഫിറ്റ്. അതായത് ഇത് ഇൻ ദ മണിയാണ്, അതുകൊണ്ട് 10% അല്ല അതിൽ കൂടുതൽ പ്രോഫിറ്റ് നമുക്കതിൽ നിന്ന് റേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു പൊസിഷൻ ട്രേഡ് ആക്റ്റീവ് ആകുന്നത് പിന്നീട് ഈ ഒരു പൊസിഷൻ നോക്കുന്നതാണ്. ഇവിടെയൊക്കെ വീണ്ടും വീണ്ടും ആക്റ്റീവ് ആകുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ഒറ്റ ക്യാൻഡിൽ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അടുത്തൊരു ക്യാൻഡിൽ വീണ്ടും ഫോം ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വീണ്ടും ഒരു ഫോർമേഷൻ ഉണ്ട്, അങ്ങനെ എടുക്കാം. അത് ഒരേപോലെ ആക്റ്റീവായിട്ടുള്ള ട്രേഡ് തന്നെയാണത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സി പൊസിഷൻ കയറി വീണ്ടും ഇവിടെ എത്തിയപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെയും സി പൊസിഷൻ കയറി ബോൾ ലൈൻ ടച്ച് ചെയ്യുകയാണ്. അതേസമയം നമ്മുടെ പി പൊസിഷൻ ഇറങ്ങി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ. സോ തൊട്ടടുത്ത് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് വീണ്ടും പി ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ വീണ്ടും പി ട്രേഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു റേഞ്ച് ഓഫ് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു 10% എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 2-3 അല്ലെങ്കിൽ ഒരു 5% റിട്ടേൺ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ നമ്മൾ എക്സിറ്റ് ആകണം. അതായത് ഇന്ത മണി ആയതുകൊണ്ടാണ് കേട്ടോ. ഫാർ ഔട്ടത്തെ മണി നിങ്ങൾ കുറച്ചും കൂടി എടുക്കുകയാണെങ്കിൽ, ഫാർ ഔട്ടത്തെ അല്ല, കുറച്ചും കൂടി ഇന്ത മണിക്ക് കുറച്ചും കൂടി താഴെയായിട്ടുള്ള ഐറ്റം എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അറിയാനായിട്ട് പറ്റും. പിന്നീട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു ട്രേഡ് ഉണ്ട്, പക്ഷെ അത് കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നതേ ഉള്ളൂ. പ്രോഫിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല ലാസ്റ്റ് ടൈമിൽ. ഈ ഒരു സമയത്ത് നമുക്കൊരു ട്രേഡ്, ഈ 5th ക്യാൻഡിൽ ഒരു ട്രേഡ് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇറങ്ങി വന്ന് പി പൊസിഷൻ ഇറങ്ങി വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ, 2 ആക്റ്റീവാണ്. ഇതേസമയം സി പൊസിഷൻ കയറി ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട് ഈ സമയം. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് ഇടിയേണ്ടതാണ്. പക്ഷെ അവിടെ നമ്മളൊരു ട്രേഡ് എടുത്താലും അതവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നു എന്നേ ഉള്ളൂ. ഇടിയുന്നുണ്ട്, പക്ഷെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നു. ഇവിടെ കയറുന്നുമുണ്ട്, പക്ഷെ അതുകൊണ്ട് വലിയ പ്രോഫിറ്റ് ഇല്ല. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ചെറിയൊരു റേഞ്ച് ഓഫ് പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കിയ ഒരു ട്രേഡ് മാത്രമാണ്. കാരണം അവിടെ ഒരു ട്രേഡ് ആക്റ്റീവാണ്, അതുകൊണ്ട് അത് തന്നെ ഓപ്പോസിറ്റ് റിയാക്ഷൻ അത് കൊടുക്കുന്നില്ല. ദെൻ ഒരു ഫോളിലേക്ക്, അതായത് ഒരു ലോസിലേക്ക് ഇത് പോകുന്നില്ല, എന്നാൽ പ്രോഫിറ്റിലേക്കും പോയിട്ടില്ല ഈ ഒരു ട്രേഡ്. നിഫ്റ്റിയിലേക്ക് നോക്കാം. നിഫ്റ്റി ഇതേ സമയം നമുക്ക് 3 ആക്റ്റീവായിട്ടുള്ളൊരു ട്രേഡ് എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ ഈ ഒരു സമയം സി പൊസിഷൻ കയറി ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ പി പൊസിഷനാണ് അവിടെ ആക്റ്റീവായിട്ടുള്ളത്. പി പൊസിഷൻ അപ്പോൾ ഇറങ്ങി വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ, പി പൊസിഷൻ അവിടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ആകുന്നുണ്ട്. സി പൊസിഷനിൽ ബോൾ ലൈൻ ഒരു റെസിസ്റ്റൻസും ആകുന്നുണ്ട്. സോ തൊട്ടടുത്ത ക്യാൻഡിൽ നല്ലൊരു ഫോള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്ക് നല്ലൊരു പി ട്രേഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാൻഡിലായിരുന്നു അത്. നല്ലൊരു റേഞ്ച് ഓഫ് പ്രോഫിറ്റ് അവിടെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒറ്റ ക്യാൻഡിൽ തന്നെ നല്ലൊരു റേഞ്ച് ഓഫ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മളുടെ നിഫ്റ്റിയിലൊരു ട്രേഡ് പിന്നീട് ആക്റ്റീവായിട്ടില്ല. അതങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതുവരെയും നമുക്ക് വലിയൊരു ഇത് വന്നിട്ടില്ല, അതായത് നല്ലൊരു വോളറ്റാലിറ്റി ഇവിടെ വരുന്നില്ല. ഇപ്പോഴും ലിക്വിഡിറ്റി ഇല്ല. എന്താ കണ്ടോ, ചെറിയ ക്യാൻഡിൽസ് മാത്രമാണ് ഫോം ചെയ്യുന്നത്. ലിക്വിഡിറ്റി നമ്മുടെ മന്ത് എൻഡിൽ വന്നിട്ടില്ല. ലിക്വിഡിറ്റി വരുമ്പോഴേ നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡൊക്കെ ആക്റ്റീവ് ആകുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് തന്നെ നിൽക്കുകയാണ് സാധ്യത. നമ്മളുടെ ഇൻഡെക്സ് ലെവൽസൊക്കെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി സർവീസ് കണ്ട ബോൾ ലൈൻസിൽ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയും നമ്മൾ ഡോട്ടർ ലൈൻസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമ്മുടെ നിഫ്റ്റി 50 നമ്മളുടെ ഫ്യൂച്ചറും നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റി ബോൾ ലൈനിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തേക്കുന്നത്. നല്ല കൺസോൾട്ടേഷൻ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു ഒരു തുടക്ക സമയത്ത്. ഓക്കെ, സെൻസെക്സിനെ പറ്റി പറയാനാണെങ്കിൽ സെൻസെക്സ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബോൾ ലൈൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. നല്ല രീതിയിൽ ഡോട്ടർ ലൈനെ റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മളുടെ മാക്സിമം ക്രോസിംഗ് ലെവൽ വരെയാണ് സെൻസെക്സ് പോയിട്ടുള്ളത്. ഫിനിഫ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഫിനിഫ്റ്റിയിൽ വലിയ റേഞ്ച് ഓഫ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന
വലിയ മൂവ്മെൻറ്റ് ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ 2 എണ്ണം കൺഫേംഡ് ആകുന്ന ട്രേഡുകൾ മാത്രമേ നമ്മളുടെ ഫിൻ നിഫ്റ്റിയിൽ ആക്റ്റീവായെന്ന് പറയാൻ പറ്റുള്ളൂ. അത് 90% ആക്യുറസി മാത്രമേ അതിനുള്ളൂ. 100% ആക്യുറസിയും പറയാൻ പറ്റില്ല. അതാ ഫിൻ നിഫ്റ്റിയുടെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നല്ലൊരു മൂവ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ സി പൊസിഷൻ മാത്രം ഇറങ്ങി ബോർഡ് ലൈനായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. പി പൊസിഷൻ കയറി ഒരെണ്ണമെങ്കിലും ടച്ച് ചെയ്ത് ഒരെണ്ണം ടച്ച് ചെയ്യാത്ത രീതിയിൽ കുറച്ച് മാറി നിൽക്കണം, കുഴപ്പമില്ല. ഇത് രണ്ടും മാറി തന്നെ നിൽക്കണം. അതുകൊണ്ട് തന്നെ അത് 100% ആക്യുറസി ഉള്ള ട്രേഡല്ല. ആക്യുറസി എന്ന് പറഞ്ഞാൽ എടുത്ത് ചാടി ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് ആയിരുന്നില്ല അത്. പിന്നെ ഇവിടെ പിന്നെ FTയിൽ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ സി പൊസിഷൻ ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. പി പൊസിഷൻ കയറി പോയി ഫസ്റ്റ് ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ പി പൊസിഷൻ ജസ്റ്റ് ഒരു ഡിഫറൻസേ ഉള്ളൂ, അത് കുഴപ്പമില്ല കണ്ടോ, അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ട്രേഡ് നമുക്കൊരു സി പൊസിഷൻ കൊടുക്കാൻ പറ്റിയ ട്രേഡാണ്. അങ്ങനെ ഒരു ട്രേഡ് ഫിൻ നിഫ്റ്റി നമുക്ക് തന്നിട്ടുണ്ട് ഇന്നത്തെ 15 മിനിറ്റ്സിൽ. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മളുടെ ഇന്നത്തെ പൊസിഷൻസ് പറയാനായിട്ടുള്ളത്. നമ്മളുടെ സ്ട്രൈക്ക് ലെവൽസ് ആക്റ്റീവ് തന്നെയാണ്, പക്ഷേ കൺസോൾട്ടേഷനാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു നമ്മുടെ എക്സ്പയറിയൊക്കെ മാറ്റിയതിൻ്റെ പ്രശ്നമാണിത്. നല്ലൊരു ലിക്വിഡിറ്റി വരുന്നില്ല. ലിക്വിഡിറ്റി വന്നാൽ മാത്രമേ വലിയ ട്രേഡ് എന്നൊക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചെറിയ റേഞ്ച് ഓഫ് പ്രോഫിറ്റ് എടുത്തിട്ട് എക്സിറ്റ് ആകാനായിട്ട് തന്നെ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യണം. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ.